പൂ പറിക്കാൻ മാത്രമാണ് നമുക്കിതിൽ പ്രവേശിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പോൾ ലക്ഷങ്ങൾ വിലയുള്ള പ്രൊഡക്റ്റാണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കും ഇത് മാർക്കറ്റ് ഉണ്ടോയെന്ന്. ഇത് നമ്മുടെ തോട്ടത്തിൽ വിരിഞ്ഞ കുങ്കുമപ്പൂവാണ്. സാധാരണയായി കാശ്മീരിൽ മാത്രം കണ്ടുവരുന്ന കുങ്കുമപ്പൂവാണ്. ഇത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മൾ വിരിയിച്ചെടുത്ത് നമുക്ക് കുറച്ച് ടെക്നോളജി കാര്യങ്ങളെല്ലാം കുറച്ചും കൊണ്ട് നമുക്കൊരു 1,00,000 രൂപയ്ക്ക് പോലും നമുക്ക് ഈ കുങ്കുമപ്പൂ കൃഷി ഇവിടെ തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുങ്കുമപ്പാടം. ഏകദേശം 400 കിലോയോളം കുങ്കുമപ്പൂവിൻ്റെ വിത്തുകൾ നമുക്ക് ഇതിൽ പ്ലാന്റ് ചെയ്യാൻ സാധിക്കും. കിള പറിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വെയിൽ കൊള്ളണ്ട, മഴ കൊള്ളണ്ട. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ എല്ലാവരും വെളുക്കും എന്ന് പറയുന്നത്, നിറമയ്ക്കും എന്ന് പറയുന്നത്. ഇത് സിസ്റ്റം ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. കേരളത്തിൽ നമ്മൾ ഈ കുങ്കുമപ്പൂവ് വിരിച്ചെടുത്തു എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ഈസി എന്നാൽ എല്ലാവർക്കും ചെയ്യാവുന്നതുമാണ്. നമ്മൾ കാശ്മീരിൽ നിന്നും കുങ്കുമപ്പൂവിൻ്റെ വിത്തുകളാണ് കൊണ്ടുവരുന്നത് ആദ്യമേ. അതിനുശേഷം പ്രത്യേകം ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് നമ്മൾ ഈ രീതിയിൽ ഇതിനെ പാകം ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. മണ്ണോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ശുദ്ധമായ കുങ്കുമപ്പൂ ഒരു ആദ്യത്തെ ഹാർവസ്റ്റിംഗ് 100% വിജയത്തോട് കിട്ടി. അതിലെ പ്രൊഡക്റ്റാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ തോട്ടത്തിൽ വിരിഞ്ഞ കുങ്കുമപ്പൂവാണ്. ഈ കോംസിൽ നിന്നാണ് നമുക്ക് സഫ്രോൺ ഫ്ലവർ ഉണ്ടാവുന്നത്. ഇതാണ് നമ്മൾ കാശ്മീരിൽ നിന്നും കൊണ്ടുവരുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ സഫ്രോൺ ബൾബ് അഥവാ കോംസ് അഥവാ സഫ്രോണിൻ്റെ കുങ്കുമപ്പൂവിൻ്റെ വിത്ത് എന്ന് അറിയപ്പെടുന്നത്. ഇത് ആദ്യം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റെമ്മ് വരുന്നു. സ്റ്റെമ്മിന് ശേഷം നമുക്ക് സഫ്രോൺ ഫ്ലവർ വരുന്നു. അതിനുശേഷമാണ് ഇവിടെ കാണുന്ന ഈ രീതിയിൽ ചെടി വളർന്ന് വലുതാവുന്നത്. ഫ്ലവർ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ മണ്ണോ മറ്റ് മീഡിയമോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഇതിപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചില മരുന്നുകൾ അതായത് ഇതിലുണ്ടാവുന്ന കീടാണുക്കളും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടാമിനേഷനെ അത് പോകുന്നതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മളിതിവിടെ ഒരു പ്രത്യേക സോയിലാണ് നമ്മൾ ഇതിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ആ സോയിലിൽ ഇത് വെച്ച് കഴിഞ്ഞ് ഇത് വളർന്ന് 1 നിന്നും 2, 3, 4 അടുത്ത കൊല്ലത്തേക്കുള്ള നമുക്ക് പ്രൊഡക്ഷന് വേണ്ടിയുള്ള വിത്തുകൾ ഇതിൽ നിന്നും കിട്ടും. ഇത് നമ്മൾ റൂം ചെയ്തിരിക്കുന്നത് പഫ് പാനൽ ഉപയോഗിച്ചാണ് റൂം സെറ്റ് ചെയ്യുന്നത്. 150 സ്ക്വയർ ഫീറ്റാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇതുപോലെ നിങ്ങൾ കാണുന്ന പോലെ ട്രേ ആംഗിളർ ലൈറ്റിംഗ് സംവിധാനം, പ്രത്യേക രീതിയിലുള്ള ലൈറ്റിംഗ് സംവിധാനം, ഹ്യൂമിഡിഫയർ, ഡീഹ്യൂമിഡിഫയർ, ലക്സ് മീറ്റർ, ഇങ്ങനെ തുടങ്ങിയ കുറച്ച് സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ നമുക്ക് ഏവർക്കും ഏത് സാധാരണക്കാർക്ക് ഏത് വീട്ടമ്മയ്ക്കും ഈ കൃഷി സുഗമമായി ചെയ്യാവുന്നതാണ്. കുറച്ച് ശ്രദ്ധ വേണമെന്നുള്ളൂ. ഇത് സിസ്റ്റം ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാൻ പവർ വളരെ കുറച്ച് മതി. ഇത് ഒരിക്കൽ നമ്മളിത് വിത്ത് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് പ്രവേശിക്കുന്നത് പൂ പറിക്കാൻ മാത്രമാണ് നമുക്കിതിൽ പ്രവേശിക്കേണ്ട ആവശ്യമുള്ളൂ. തുടക്കത്തിലുള്ള ചെറിയ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൂ പറിക്കാനും ദിവസത്തിൽ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ചിലവഴിച്ചാൽ മതി. ഇതൊരു ഹൈടെക് ഫാമാണ്. അത് ഹൈടെക് എന്ന് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ നമുക്കിത് വിദൂര നിയന്ത്രണത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് കേരളത്തിന് പുറത്തോ ഡൽഹിയിലോ ബോംബെയിലോ എവിടെ വിദേശത്ത് നിന്ന് പോലും ഇതിൻ്റെ എല്ലാ സംവിധാനങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതായത് ഇതിൻ്റെ പ്രകാശ സംവിധാനങ്ങൾ, എയർ കണ്ടീഷനിങ് സംവിധാനങ്ങൾ, കൂളിംഗ് സിസ്റ്റം, ഇതൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹൈടെക് ലെവലിൽ നമുക്ക് മൊബൈലിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ ഇരുന്ന് നിയന്ത്രിക്കുക. എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും നമ്മൾ റെക്ടിഫൈ ചെയ്യാനുള്ള സംവിധാനം കൂടെ നമ്മൾ ഒരുക്കണം. ബാക്കപ്പ് ഏതൊരു സാധാരണക്കാർക്കും ചെയ്യാമെന്ന് പറയുന്നത് ഇതൊരു സിസ്റ്റം നമുക്ക് 1,00,000 രൂപയ്ക്ക് പോലും തുടങ്ങാം. നല്ല രീതിയിൽ വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 150 സ്ക്വയർ ഫീറ്റ് ധാരാളമാണ്. അത് നമ്മൾക്ക് അതിൽ തുടങ്ങാം. 150 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങാം, 250 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങാം. ഒരു 250 സ്ക്വയർ ഫീറ്റിലാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു 10 മുതൽ 12 ലക്ഷം രൂപ ചിലവ് വരും. ഈ ഒരു സിസ്റ്റം തയ്യാറാക്കാനും ഇതിൻ്റെ വിത്ത് ഇതിൽ കൊണ്ടുവന്ന് ആരംഭിക്കാനായിട്ട്. അപ്പോൾ ഒരിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സീഡ് വാങ്ങുന്നതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 2 വർഷത്തിനുള്ളിൽ ബ്രേക്ക് ത്രൂ ആവും. കേരളത്തിൽ നമ്മൾ ഈ കുങ്കുമപ്പൂവ് വിരിച്ചെടുത്തു എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. എന്നാൽ എല്ലാവർക്കും ചെയ്യാവുന്നതുമാണ്. കുറച്ച് കഠിനാധ്വാനം വേണം, കുറച്ച് ശ്രദ്ധ വേണം, അത്രേ വേണ്ടൂ. കഠിനാധ്വാനം എന്ന് പറയുന്നത് ബിൽറ്റ് ചെയ്യാനുള്ള കഠിനാധ്വാനമാണ്. ഒരിക്കൽ ഇത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എല്ലാം വിരൽത്തുമ്പത്ത് നിയന്ത്രിക്കാം. ലേബർ കോസ്റ്റ് വളരെ കുറവാണ്. മറ്റു കൃഷിയെ അപേക്ഷിച്ച് നമ്മൾക്ക് തുടക്കത്തിൽ വരുന്ന ഒരു കുറച്ച് ദിവസത്തെ, അതായത് 2 ദിവസത്തെ, അതായത് ഇതെല്ലാം ബിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടിൽ വസ്തു ചെയ്യുന്നതിന് ആകെ 1 ദിവസമേ വേണ്ടൂ ഇത്രയും സ്ഥലത്ത്. അത് കഴിഞ്ഞ് നമ്മൾ പൂ പൊട്ടിക്കാൻ ദിവസത്തിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ ചിലവഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് പൂ പറിച്ചെടുക്കാം. ലോകത്തിൽ കൈകൊണ്ട് പറിക്കുന്ന കുങ്കുമപ്പൂവിനാണ് ഏറ്റവും മൂല്യമുള്ളത്. കൂടാതെ ഇത് കാശ്മീരിലെ പ്രൊഡക്റ്റാണ്. അപ്പോൾ കാശ്മീർ കുങ്കുമപ്പൂവാണ് ലോകത്തിൽ ഏറ്റവും മൂല്യമുള്ളത്. ഇതിപ്പോൾ ലക്ഷങ്ങൾ വിലയുള്ള പ്രൊഡക്റ്റാണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കും ഇത് മാർക്കറ്റ് ഉണ്ടോയെന്ന്. മാർക്കറ്റ് ധാരാളമായുണ്ട്. ഇന്ത്യയിൽ
ഇതിൻ്റെ നമ്മുടെ ആവശ്യത്തിൻ്റെ വെറും 10% താഴെ മാത്രമാണ് ഉൽപ്പാദനമുള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കും ധൈര്യമായി ഈ കൃഷി ചെയ്യാം. മാർക്കറ്റ് നമ്മളെ തേടിയെത്തും. നമ്മൾ മാർക്കറ്റിനെ തേടി പോകേണ്ട യാതൊരു ആവശ്യമില്ല. എന്നെ സംബന്ധിച്ച് അത് തന്നെയാണ് അനുഭവം എന്ന് പറയാൻ കാരണം, ഇവിടെ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ കുങ്കുമപ്പൂവും വിറ്റഴിഞ്ഞു. ഞാൻ എങ്ങും പോയിട്ടില്ല, നമ്മുടെ വീട്ടിലേക്ക് ആൾക്കാർ തേടി വന്ന് മേടിച്ചതാണ്. അതും മാർക്കറ്റ് വിലയുടെ ഇരട്ടി വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. കാരണം നമ്മൾക്ക് ഒറിജിനലും പ്യുവറുമായ 100% ഓർഗാനിക്കുമായ കുങ്കുമമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് മാർക്കറ്റ് വളരെ അപൂർവമായിട്ടേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുങ്കുമപ്പൂവിന് ആവശ്യക്കാർ ധാരാളമാണ്. ഈ കൃഷി ആരും ചെയ്യാം എന്ന് വിചാരിച്ചാൽ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും, ഈ കൃഷി എന്നല്ല ഏതൊരു കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. അപ്പോൾ ഈ കൃഷി ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഒരു ട്രെയിനിങ് സമയത്ത് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാം. അത് അല്ലാതെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇതിൻ്റെ ട്രെയിനിങ് നടക്കുന്നുണ്ട്. ഇത് കാശ്മീരിൽ, പൂനെയിൽ, ബാംഗ്ലൂർ അങ്ങനെ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും പോയി പഠിച്ചിട്ട് ആണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആര് തുടങ്ങുമ്പോഴും കൃത്യമായ പ്ലാനിങ്ങും പദ്ധതിയും തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ കൃഷി ചെയ്യാവൂ. ഈ കൃഷി എന്നല്ല ഏതൊരു കൃഷിയും, അതുപോലെ തന്നെ മാർക്കറ്റും കൃത്യമായി സ്റ്റഡി ചെയ്തിട്ടാണ് ഏതൊരു കൃഷിയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കൃഷിയും. നമ്മുടെ നാട്ടിൽ ഈ കൃഷി വ്യാപകമാവാത്തതിൻ്റെ കാരണം ഇതിനെക്കുറിച്ച് അറിവില്ലായ്മ തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മൾക്ക് അത്രയും പരിചിതമല്ല ഈ കുങ്കുമപ്പൂവിൻ്റെ കൃഷി. അപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ നമ്മളായിട്ട് സഹകരിക്കുന്നുണ്ട്. KFRA സഹകരിക്കുന്നുണ്ട്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് സഹകരിക്കുന്നുണ്ട്, KSEB സഹകരിക്കുന്നുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നല്ല ഉറച്ച പിന്തുണ നൽകുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് എല്ലാവർക്കും ഈ കൃഷിയിലോട്ട് മുന്നോട്ട് വരാം. കാരണം എന്ന് വെച്ചാൽ ഇതിന് മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ വിദേശ നാണയം ഒരു പരിധി വരെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും ഇത് ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ത്യക്ക് ആവശ്യമുള്ളതിൻ്റെ 90% ശതമാനവും ഇന്ത്യ ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. വലിയൊരു സംഖ്യ അപ്പോൾ വിദേശത്തേക്ക് നമ്മുടെ പോവാണ്. അപ്പോൾ ഈ കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ട്രെയിനിങ് സെഷൻ ആരംഭിച്ചിരിക്കുന്നത്. ഈ കുങ്കുമപ്പൂ എന്തിനു ഉപയോഗിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് നമ്മുടെ HB ലെവല് ഉയർത്തുന്നതിന് വളരെയധികം ഉപകാരപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മൾ പ്രഗ്നൻറ്റ് വുമൺ ഇത് കഴിക്കുന്നത്. പ്രഗ്നൻറ്റ് പീരീഡിൽ സമയത്ത് HB ലെവല് എല്ലാ സ്ത്രീകൾക്കും വളരെ താഴ്ന്നു പോകും. അപ്പോൾ HB ലെവല് വളരെയധികം ഉയർത്താനുള്ള കണ്ടൻറ്റ് ഈ സഫ്രോണിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ എല്ലാവരും വെളുക്കും എന്ന് പറയുന്നത്, നിറമയ്ക്കും എന്ന് പറയുന്നത്. അതിനുള്ള പ്രധാന കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ഈ HB വർദ്ധിപ്പിക്കാനുള്ള മൂലകങ്ങളാണ്. അടുത്തതായി പറയുകയാണെങ്കിൽ നമ്മുടെ ന്യൂറോ സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കാനുള്ള ധാരാളം മൂലകങ്ങൾ ഈ സഫ്രോണിൽ അടങ്ങിയിട്ടുണ്ട്. ന്യൂറോ സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കുന്നതുകൊണ്ട് എന്താണ് ഗുണമുണ്ടാകുന്നത്? നമ്മുടെ അൾഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾ വരുന്നത് അത് ഒരു പരിധിവരെ തടയും. അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തി ഉത്തേജിപ്പിക്കുന്നതിന് ധാരാളം മൂലകങ്ങൾ ഈ സഫ്രോണിൽ അടങ്ങിയിട്ടുണ്ട്. കുങ്കുമപ്പൂവ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഈസിയാണ്. പക്ഷേ എന്ന് വെച്ച് അതിന് അതിൻ്റേതായ ടൈമും ക്ഷമയും കൊടുക്കണം. അതായത് ഇന്ന് നട്ടു നാളെ ഇതിൽ നിന്നും കോടികൾ ലക്ഷങ്ങൾ ലാഭം കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. പക്ഷേ അതിൻ്റേതായ ടൈം കൊടുക്കണം, കൃത്യമായ പരിപാലനം വേണം, കൃത്യമായ നോട്ടങ്ങളുണ്ടായാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു വരുമാനം ഇത് നേടിത്തരും. ഇപ്പോൾ ഞാൻ ജെയിംസ് കാപ്പാനി, തൃശ്ശൂർ ജില്ലയിൽ പുത്തൂരാണ് വീട്. ഞാൻ സൗദി ഡിഫൻസിലായിരുന്നു ദീർഘകാലം വർക്ക് ചെയ്തിരുന്നത്. അവിടെ HVAC മേഖലയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ വന്ന് എക്സ്പോർട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എക്സ്പോർട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മുടേതായ സ്വന്തമായി എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വേണമെന്നുള്ളത്. അതിനു വേണ്ടി എന്ത് വേണം, ഏത് വേണം, അഗ്രികൾച്ചർ മേഖല വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ഞാൻ എക്സ്പോർട്ട് ചെയ്തിരുന്നതും അഗ്രികൾച്ചർ മേഖലയിലെ അഗ്രി പ്രൊഡക്റ്റുകളാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തമായ ഒരു പ്രൊഡക്റ്റ് അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ കാശ്മീരിൽ പോകാനിടയായി. അപ്പോൾ നമ്മുടെ കുങ്കുമപ്പൂവ് നമ്മുടെ കണ്ണിലുടക്കി. പിന്നെ അതിൻ്റെ പിന്നിലുള്ള പരീക്ഷണങ്ങളായി, നിരീക്ഷണങ്ങളായി, പഠനങ്ങളായി. അതിനുശേഷമാണ് ഇങ്ങനൊരു ലാബ് വന്നതും ഈ കുങ്കുമപ്പൂവിടെ നല്ല വിജയത്തിലൂടെ വിരിഞ്ഞതും.